പാദപ്പെടുത്തെങ്കിൽ നമുക്ക് ചേർന്ന് വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഒരിക്കൽ കൂടെ കർത്താവ് കൃപ ചെയ്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം അപ്പോസ്തല പ്രവൃത്തിയാണല്ലോ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ആഴ്ച 4 ക്ലാസ്സുകൾ നമുക്ക് കിട്ടുവാനായിട്ടിടയായി. ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ നാം പഠിച്ചതായ ആ കാര്യങ്ങളുടെ ഒരു അവലോകനം ഒന്ന് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുമ്പോൾ തന്നെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളാണ് കാണുന്നതെങ്കിലും തന്നെയും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അപ്പോസ്തലന്മാരിൽ കൂടെ എന്ന് വേണം അവിടെ അറിയുവാനായിട്ട്. 28 ചാപ്റ്റേഴ്സ്, അതിൽ 23 പ്രാവശ്യം അപ്പോസ്തലൻ എന്ന പേര് നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ പുസ്തകം ചരിത്രം എഴുതിയത് ലൂക്കോസ് ആണ് എന്ന് നാം പഠിക്കുവാനായിട്ടിടയായി. ലൂക്കോസിന്റെ ജോലി മേഖല എന്ന് വൈദ്യൻ, കൂട്ടുവേലക്കാരനായിരുന്നു, മരണം വരെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതും പഠിച്ചു. പരിശുദ്ധാത്മാവിന്റെ ന്യൂ ബിഗിനിങ് എന്തൊക്കെയാണ്, കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ച ന്യൂ ബിഗിനിങ്സ് എന്തൊക്കെയാണ്, പുതിയ തുടക്കം. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത് പോലെ തന്നെ എല്ലാത്തിന്റെയും ഒരു തുടക്കം, പരിശുദ്ധാത്മാവ് നിറച്ച ഒരു തുടക്കം എന്ന് ഓർപ്പിച്ച് ഒരു 14 കാര്യങ്ങൾ പറയുവാനായിട്ടിടയായി. അതുപോലെ തന്നെ ഈ പുസ്തകത്തിൽ പേഴ്സൺ ഓഫ് ദ ബുക്ക്, പവർ ഓഫ് ദ ബുക്ക്, പ്രീച്ചർ ഓഫ് ദ ബുക്ക്, പ്ലേസസ് ഓഫ് ദ ബുക്ക്, പ്രോഗ്രാം ഓഫ് ദ ബുക്ക് അത് പറയുവാനായിട്ടിടയായി. സാക്ഷികൾ എന്തിന്റെ സാക്ഷികളാകണം എന്നുള്ളതാണ് പഠിക്കുവാനായിട്ടിടയായത്. പുനരുത്ഥാനത്തിന്റെ സാക്ഷികളാകണം എന്ന് പഠിക്കുവാനിടയായി. ഹെഡിങ് 1 തൊട്ട് 12 വരെയുള്ള അധ്യായത്തിൽ ലീഡ് ബൈ പീറ്റർ, 13 തൊട്ട് 28 വരെയുള്ള അധ്യായത്തിൽ ലീഡ് ബൈ പോൾ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പത്രോസിന്റെ പ്രസംഗത്തിന്റെ മുഖ്യ വിഷയം എന്നുള്ളത് മാനസാന്തരമായിരുന്നു. പൗലോസിന്റേത് വിശ്വസിക്കുക എന്നുള്ളതായിരുന്നു എന്ന് പറയുവാനായിട്ടിടയായി. നാം ആത്മാവിൽ എരിവുള്ളവരായി ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളത് ഓർപ്പിക്കുവാനായിട്ട് ഇടയായി. ഇനി എന്ത് വ്യത്യാസമാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശിഷ്യന്മാർക്കുണ്ടായത് എന്നുള്ളത് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ക്ലാസ് നാം അവസാനിപ്പിക്കുവാനായിട്ടിടയായത്. എന്ത് വ്യത്യാസമാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശിഷ്യന്മാർക്കുണ്ടായത്? എന്തെങ്കിലും പറയുവാനായിട്ട് കഴിയുമോ? പഴയ നിയമകാലങ്ങളിൽ നിന്നും എന്ത് വ്യത്യാസമാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശിഷ്യന്മാർക്കുണ്ടായത്? സമാഗമന കൂടാരത്തില് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുവാനായിട്ടിടയായി. അത് എപ്പോഴുമില്ല. ആ സമയത്തേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴാണ് അവിടെ ചെല്ലുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറാകുന്നത്, ആ സമയത്ത്. അതുപോലെ തന്നെ ശലോമോൻ പണിത ആലയത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു. പക്ഷേ പുതിയ നിയമസഭയിലേക്ക് വന്നപ്പോൾ 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് വരുന്നപ്പോൾ യു ആർ ദ ടെമ്പിൾ, 1 കൊരിന്ത്യർ 3:16. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അതാണ് ശിഷ്യന്മാരിൽ അല്ലെങ്കിൽ ഇപ്പോഴുള്ള പ്രിയപ്പെട്ടവർക്ക്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച പ്രിയപ്പെട്ടവർക്കുമുള്ള ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ വ്യത്യാസം എന്ന് പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? അപ്പോ ദൈവത്തെ അറിഞ്ഞ, കർത്താവിനെ സ്വീകരിച്ച ഏതൊരു വ്യക്തിയുടെ ഉള്ളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവം നൽകിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എഫേസ്യർ 2:20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ, എഫേസ്യർ 2:20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. നോക്കിയേ, അവിടെ പറഞ്ഞിരിക്കുന്ന 3 വാക്കുകളാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തുന്നത്. 1 കെട്ടിടം, മന്ദിരം, നിവാസം. ഇതെല്ലാം സഭയാം ദൈവാലയത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. നോട്ട് ഓൺലി കെയിം ടു ദ ചർച്ച്, ഇറ്റ് കെയിം
ഇൻ ഓൺ എവറി ഇൻഡിവിജ്വൽ, എല്ലാ വ്യക്തികളുടെ മേലും അത് കടന്നു വരുവാനായിട്ട് ഇടയായി എന്നുള്ളതാണ്. നമുക്ക് സമാഗമന കൂടാരത്തിൽ ശലോമോന്റെ ആലയത്തിലും ഓരോരുത്തരുടെ മേൽ വന്നില്ല. ഇറ്റ് കെയിം ഇൻസൈഡ് ദ ടെമ്പിൾ. അവരായിരുന്ന ആ സ്ഥലത്ത്, ആ പള്ളിക്കകത്ത് അല്ലെങ്കിൽ കെട്ടിടത്തിനകത്ത് നിറയപ്പെടുവാനായിട്ട് ഇടയായി. പക്ഷെ ആരുടെയും മേൽ വന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡുവൽ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം സഭയ്ക്കുള്ളിലുമുണ്ട്, ദൈവസാന്നിധ്യം നമ്മളിലും ദൈവം നൽകിയിരിക്കുകയാണ്. ഓരോരുത്തരുടെ മേലും ദൈവം നൽകിയിരിക്കുന്നു. യേശുക്രിസ്തു പറയുന്നു യോഹന്നാൻ 14:17 വാക്യത്തിൽ, യോഹന്നാൻ 14:17, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാനില്ല, അതിന് അവനെ ലഭിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. അവൻ നിങ്ങളോടുകൂടെ ഇരിക്കുകയും നിങ്ങളിൽ വസിക്കുകയും ചെയ്യുന്നത് കൊണ്ട്. മനസ്സിലായോ? 1 കൊരിന്ത്യർ 6:19 വാക്യം, നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു എന്നവിടെ വെളിപ്പെടുത്തുകയാണ്. റോമർ 8:9 10 പറയുന്നു, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവൻ ഉള്ളവരല്ല. ക്രിസ്തു നിങ്ങളിലാണെങ്കിൽ, ജീസസ് ക്രൈസ്റ്റ് ഇൻ സ്പിരിറ്റ് നിങ്ങളിലാണ്. അപ്പൊ പഴയ നിയമത്തിലും പരിശുദ്ധാത്മ ഉണ്ടായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് വന്ന കാര്യം അക്കംപ്ലിഷ് ചെയ്തിട്ട് മടങ്ങി പോവുകയായിരുന്നു. പഴയ നിയമത്തിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ ഏത് പേർപ്പസിനാണോ അത് നിയോഗിക്കപ്പെട്ടത്, ആ പേർപ്പസ് കഴിഞ്ഞിട്ട് മടങ്ങി പോകുകയായിരുന്നു. അപ്പോൾ എന്നേക്കും നിങ്ങളോട് കൂടെ വസിപ്പാൻ. അപ്പോൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഡോണ്ട് ഫിയർ, ഹോളി സ്പിരിറ്റ് വിൽ ഡിപ്പാർട്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്നും പോകുമെന്ന് നിങ്ങൾ പേടിക്കണ്ട. പക്ഷെ എന്താ പ്രശ്നം എന്നറിയാമോ? പറഞ്ഞു വിടാതിരുന്നാ മതി. എങ്ങനെയാണ് പറഞ്ഞു വിടാതിരിക്കേണ്ടത്? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, കെടുക്കരുത്, നിന്ദിക്കരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, കെടുക്കരുത്, നിന്ദിക്കരുത്. അപ്പൊ പഴയ നിയമം മോശയിൽ ആത്മാവ് വന്നു, യോശുവയിൽ ആത്മാവ് വന്നു, ന്യായാധിപന്മാരായ ഗിദെയോൻ ശിംശോന്റെ മേൽ ആത്മാവ് വന്നു. അവരുടെ മേൽ വന്നത് എന്നേക്കും അവരുടെ കൂടെ വസിപ്പാനല്ല, പിന്നെയോ ആ പ്രവൃത്തി തികച്ചിട്ട് എപ്പോഴെല്ലാം ആത്മാവ് വരുന്നോ ആ സമയത്ത് ആ നിയോഗം നിവർത്തിച്ചിട്ട് പോകുവാനായിട്ടിടയായി. പക്ഷെ നമുക്ക് കാണുവാൻ കഴിയുന്നു, എന്നേക്കും നിങ്ങളോടുകൂടെ വസിപ്പാൻ സകലതും ഉപദേശിച്ചു തരും, പറഞ്ഞത് ഓർമ്മപ്പെടുത്തും. യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങളിൽ അത് വായിച്ചാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇത്യാദി കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നേക്കും നിങ്ങളോടുകൂടെ വസിപ്പാൻ 14:16, 17 വാക്യങ്ങൾ. 14:26 സകലതും ഉപദേശിച്ചു തരും, പറഞ്ഞത് ഓർമ്മപ്പെടുത്തും. ക്രിസ്തു പറഞ്ഞതിനെ ഓർമ്മപ്പെടുത്തുവാനായിട്ടിടയാണ്. 15:26 എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. പരിശുദ്ധാത്മാവ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയും. 16:7 കാര്യസ്ഥൻ, കാര്യങ്ങൾ നോക്കി നടത്തുന്നവൻ. 16:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ വരുവാനുള്ളത് നിങ്ങളെ അറിയിച്ചു തരും, സകല സത്യത്തിലും വഴി നടത്തും, കർത്താവായ യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തും. അപ്പൊ ആത്മാവുള്ളവൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാൽ മതി. ദൈവത്തിൽ നിന്നുള്ളതോ അല്ലയോ എന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിയും. കാര്യം മാഗ്നിഫൈയിങ് ജീസസ്, ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പോൾ നമ്മളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ ഞാൻ എങ്ങനെയായിത്തീരണം? സെന്റൻസ് പറഞ്ഞത് അവിടെ വചനത്തിലുണ്ട്, ആർക്കെങ്കിലും പറയാമോ? എന്നിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ ഞാൻ എങ്ങനെയുള്ളവനായിത്തീരണം? 2 വ്യക്തികള് അപ്രകാരം പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തില് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ 2 സെന്റൻസ് 2 വ്യക്തികൾ പറഞ്ഞത് ഞാളുടെ പേരും കൂടി പറഞ്ഞുതരാം. 1 സ്നാപക യോഹന്നാൻ, 2 അപ്പോസ്തലനായ പൗലോസ്. സ്നാപക യോഹന്നാൻ പറയുകയാണ്, എന്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അതുപോലെ അതുപോലെയുള്ളൊരു സെന്റൻസ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. എന്താ? ഞാനോ കുറയണം, ആമേൻ. അപ്പോ ഇങ്ങനെ ആയ ഒരാൾക്ക് മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നിസ്സാര കാര്യമല്ല. സ്വയം നമ്മൾ ഇല്ലാതെയാകിയിട്ട് ദൈവത്തെ ഉയർത്തുവാൻ ശ്രമിക്കുമ്പോഴാണ് ദൈവത്തെ നമ്മളിൽ അവതരിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നത്.
അപ്പൊ ആത്മാവ് ഏതെന്ന് അറിയണമെങ്കിൽ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഞാൻ ചെയ്തു എന്ന് പറയുന്ന വ്യക്തികളെ നാം ഒന്ന് ചിന്തിച്ചാൽ മതി. അത് ദൈവത്തിന്റെ ആത്മാവിൽ പറയുന്നതല്ല, സ്വയത്തിൽ പറയുന്ന എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നില്ല കേട്ടോ, അവര് ശുശ്രൂഷകന്മാരല്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അവർ സ്വയത്തിൽ പ്രശംസിക്കുന്നു. പക്ഷേ ദൈവത്തെ മഹത്വപ്പെടണമെങ്കിൽ നമുക്ക് ഇനി കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോൾ അപ്പോസ്റ്റലന്മാരുടെ റിപ്പോർട്ടൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. ആ റിപ്പോർട്ടൊക്കെ എങ്ങനെ ആയിരുന്നു എന്ന് അറിയുമ്പോഴാണ് നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് പറയുന്നു. അതുകൊണ്ട് ആ പാട്ടുകാരൻ പറയുന്നത്, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അല്ലേ? അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. അപ്പോ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ ഏറ്റവും വലിയ അത്ഭുതം സംഭവിച്ചത് 3000 പേർ മാനസാന്തരപ്പെട്ടതാണ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോ സഭയ്ക്ക് ജന്മമുണ്ടായി. യേശു ചെയ്തതുപോലെ തന്നെ അത്ഭുതവും അടയാളങ്ങളും, സയൻസ് ആൻഡ് വണ്ടേഴ്സ് ഓൺ ദ പെന്തക്കോസ്റ്റ് ഡേ. പെന്തക്കോസ്റ്റ് നാളിൽ എന്ത് സംഭവിച്ചു? അത്ഭുതവും അടയാളവും സംഭവിച്ചു. എന്തിനു വേണ്ടിയാണ് അത്ഭുതവും അടയാളവും സംഭവിച്ചത്? അത്ഭുതം മാത്രമല്ല, അടയാളവും സംഭവിച്ചു. ഇത് എന്തിനു വേണ്ടി? ഇത് എങ്ങനെ തുടങ്ങി? അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. ഇപ്പൊ വിശ്വസിച്ചാൽ അടയാളം നടക്കും, അവിടെ അത്ഭുതമല്ല. വിശ്വസിച്ചാൽ അടയാളം, ദാറ്റ് ഈസ് എ സൈൻ. വണ്ടറാണ് അത്ഭുതം. ഇതെങ്ങനെ ചരിത്രത്തിലുണ്ടായി? ബാക്ക് ഇൻ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ മോശെ ദൈവം നിയോഗിച്ചയക്കുമ്പോഴാണ് ആദ്യമായി സയൻസ് ആൻഡ് വണ്ടേഴ്സിന്റെ കാര്യം പറയുന്നത്. മോശയെ ദൈവം നിയോഗിച്ചയക്കുമ്പോഴാണ് ആദ്യമായി സയൻസ് ആൻഡ് വണ്ടേഴ്സിന്റെ കാര്യം പറയുന്നത്. പുറപ്പാട് 4-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലാണ് അത് കാണുവാൻ കഴിയുന്നത്. അതിന്റെ 5-ാം വാക്യം വായിക്കാം, 4-ന്റെ 5. ഇത് അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് പ്രത്യക്ഷനായി എന്ന് അവർ വിശ്വസിക്കേണ്ടതിനാകുന്നു. ആമേൻ. എന്തെങ്കിലും മനസ്സിലായോ? എന്റെ മുമ്പിലുള്ള വാക്യങ്ങളോട് വായിക്കുക. അതിന് മോശ, അവർ എന്നെ വിശ്വസിക്കാതെയും എന്റെ വാക്ക് കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹോവ അവനോട്, നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഒരു വടി എന്ന് അവൻ പറഞ്ഞു. അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. അവൻ നിലത്തിട്ടു, അതൊരു സർപ്പമായി തീർന്നു. മോശ അതിനെ കണ്ട് ഓടിപ്പോയി. യഹോവ മോശയോട്, നിന്റെ കൈ നീട്ടി അതിന്റെ വാലിന് പിടിക്കാം എന്ന് കൽപ്പിച്ചു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു. അത് അവന്റെ കയ്യിൽ വടിയായി തീർന്നു. ഇത് അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് പ്രത്യക്ഷനായി എന്ന് അവർ വിശ്വസിക്കേണ്ടതിനാകുന്നു. മതി. അപ്പോ ഈ അടയാളവും ദൈവം മോശയ്ക്ക് കൊടുത്തു വിടുന്നത് മറ്റുള്ളവർ വിശ്വസിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. അവിടെ ടു ഒതന്റിക്കേറ്റ് ദ മെസ്സഞ്ചർ ഓഥറൈസ്ഡ് ബൈ ഗോഡ്, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവ പ്രവാചകനാക്കി മോശയെ അയക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ന്യായപ്രമാണം കൊടുക്കുവാനും ജനത്തെ വിടിവിക്കുവാനുമാണ് മോശയെ അയച്ചത്. അപ്പോ പിന്നെ ഒരു പുതിയ അളവിൽ അത്ഭുതവും അടയാളവും ഉണ്ടായി. അതാണ് പിന്നീട് നമുക്ക് കാണുന്നത് ഏലിയാവിന്റെയും ഏലീശയുടെയും കാലഘട്ടത്തിലാണ്. പുറപ്പാട് 4-ന്റെ 8-9 വാക്യങ്ങളിലാണ് വിശ്വസിക്കാതെയും അനുസരിക്കാതെയും ഇരിക്കുന്നാൽ എന്ത് സംഭവിക്കും? അടയാളം പ്രവർത്തിക്കേണ്ടതിനാണ് വടി കൊടുത്തത് എന്നുള്ളത് 4-ന്റെ 17 നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. മോശ പറയുന്നു, ഞാൻ സ്വയമായി ചെയ്തതല്ല, എന്നെ നിയോഗിച്ചയച്ചതാണ്. മനസ്സിലായോ? നിയോഗിച്ചയച്ചു. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വാക്കാണത്. ഞാൻ സ്വയമായി വന്നതോ ഞാൻ സ്വയമായി ചെയ്തതോ അല്ല. ഈസ് ബീൻ അപ്പോയിന്റഡ്. ദൈവത്താൽ അപ്പോയിന്റ് ചെയ്തിട്ട് അയക്കുവാനായിട്ട് ഇടയായതാണ്. അപ്പോ അവിടെ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യായപ്രമാണം അടയാളവും അത്ഭുതവും മറന്ന ഒരു ജനത്തെ നമുക്ക് പിന്നീട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രവാചകന്മാരുടെ വക്താവായിട്ടാണ് ഏലിയാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോ 3 കാലഘട്ടങ്ങളെ നമുക്ക് കാണുവാൻ, 3 കാലഘട്ടങ്ങളെ വേർതിരിക്കുവാനായിട്ട് കഴിയും എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ വക്താവ്,
ഏലിയാവ്, ന്യായപ്രമാണത്തിന്റെ വക്താവ് മോശ, ഒരു വക്താവ് കൂടിയുണ്ട്, പറയാമോ? അതാരാ? യേശു കർത്താവ്, അതായത് സുവിശേഷത്തിന്റെ വക്താവ് യേശു. ഇതുകൊണ്ടാണ് ഈ 3 പേരും മറുരൂപ മലയിൽ പ്രത്യക്ഷപ്പെടുവാനായിട്ട് ഇടയായത്. 3 കാലഘട്ടത്തിലെ പ്രത്യേക വ്യക്തികളായതുകൊണ്ടാണ്. 1 ന്യായപ്രമാണം, 2 പ്രവാചകന്മാര്, 3 സുവിശേഷത്തിന്റെ വക്താവ്. 1 രാജാക്കന്മാർ 18-36-37 വാക്യങ്ങളിൽ ഏലിയാവിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താന്ന് നോക്കിയേ. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു ചെന്നു, അബ്രഹാമിന്റെ ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. നോക്കിയേ, യഹോവേ, എനിക്ക് ഉത്തരം അരുളണമേ. നോക്കിക്കേ, ഏലിയാവിന്റെ പ്രാർത്ഥനയാണ്. അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെ ദൈവമായ യഹോവേ, ഇതൊക്കെയും നിന്റെ കൽപ്പന പ്രകാരം ഞാൻ ചെയ്തുവെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഇന്ന് വെളിപ്പെട്ട് വരണം. യോഹന്നാൻ 2:11 വാക്യം. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു. എന്താ ചെയ്തത്? എന്താ ചെയ്തത്? വെള്ളം വീഞ്ഞാക്കി. അപ്പൊ അവിടെ പറയുകയാണ് അടയാളങ്ങളുടെ ആരംഭമായി ഇത് ചെയ്തു. ബാക്കി ഒരു പദവും കൂടിയുണ്ട്, പറഞ്ഞേ. ദൈവത്തെ, തന്റെ മഹത്വം വെളിപ്പെടുത്തി. അപ്പൊ അടയാളങ്ങള് ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തേണ്ടതിനാണ്. അനേകരുടെ മുൻപാകെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടതിനാണ് അടയാളം ജനങ്ങളുടെ വിശ്വാസം, ദൈവമഹത്വം. ഇപ്പൊ പെന്തക്കോസ്ത് നാളിൽ ഒരു പുതിയ തുടക്കം യേശു സ്വർഗാരോഹണം ചെയ്തു. വീണ്ടും ഒരു പുതിയ തുടക്കം അവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. അപ്പോ ഇന്ന് പലർക്കും അത് പേടിയാണ്, വല്ല ആത്മാവും വന്നാലോ എന്നുള്ളത്. വചനം തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികമായി കൊടുക്കുമെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ അവിടെ വക്താക്കന്മാർ, ന്യായപ്രമാണത്തിന്റെ വക്താവായ മോശ, പ്രവാചകന്മാരുടെ വക്താവായ ഏലിയാവ്, സുവിശേഷത്തിന്റെ വക്താവായ യേശു ക്രിസ്തു. ഇന്ന് നമുക്ക് നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. നാം ഇറങ്ങിയാൽ നമ്മളിൽ കൂടെ ദൈവം അത്ഭുതവും അടയാളവും ചെയ്യും. അത് പെന്തക്കോസ്തിൽ കടന്നു വന്ന വിശ്വാസികളുടെ മധ്യത്തിലല്ല, ജാതികളുടെ മുൻപിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അത് പ്രയോജനകരമായി തീരണം. ഇന്ന് കാണുന്ന രോഗശാന്തി, ഇന്ന് കാണുന്ന ഭൂതങ്ങളെ പുറപ്പെടുവിക്കുന്നത്, ഇതെല്ലാം ഇന്ന് എവിടെയാ നടക്കുന്നത്? ചർച്ചിനകത്ത്. എന്തുകൊണ്ട് ഈ വ്യക്തികൾ പുറത്തേക്ക് പോയി ജാതികളുടെ മധ്യത്തിൽ ഒരു അടയാളമായി നിൽക്കുന്നില്ല? നമ്മള് ദൈവത്തിനു വേണ്ടി നിലകൊണ്ടാൽ അനേകരെ ആദായപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിൽ കൂടെ ദൈവം അത്ഭുതവും അടയാളവും അയക്കും. അത് ഏലിയാവ് പറഞ്ഞതുപോലെ, ഇത് നിന്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ ജനം അറിയേണ്ടതിന് ഇന്ന് ഇത് വെളിപ്പെട്ട് വരട്ടെ. അപ്പൊ ചിലത് വെളിപ്പെടേണ്ടതിന് നാം ഒരുങ്ങി പുറപ്പെടുവാനായിട്ട് ഇടയാകണം. ചിലത് നമ്മളിൽ നാം ചിന്തിക്കുന്നതിനേക്കാൾ, നനയ്ക്കുന്നതിനേക്കാൾ, ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ഇവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇത്ര വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചത് എന്നുള്ളത്. കാരണം ഈ ശിഷ്യന്മാരെ കുറിച്ച് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? ഇവർ സാമാന്യരും, വേറൊരു വാക്കും കൂടിയുണ്ട്, പഠിപ്പില്ലാത്തവരും. പക്ഷെ ഇവരുടെ വാചകങ്ങൾക്ക് ഹീബ്രു ലാംഗ്വേജ് അല്ലെങ്കിൽ അരാമിക് ലാംഗ്വേജിൽ അല്ലെങ്കിൽ ഗ്രീക്ക് ലാംഗ്വേജിൽ ഒരു മിസ്റ്റേക്ക് പോലും ഇല്ലായിരുന്നു ഇവരുടെ പ്രസംഗത്തിന്. എന്തുകൊണ്ട് സംഭവിച്ചു? പരിശുദ്ധാത്മാവ് അവരുടെ കൂടെ ഇരുന്ന് പ്രവർത്തിച്ചപ്പോൾ അത് ജനത്തിന്റെ മുൻപിൽ അടയാളവും അത്ഭുതവുമായി തീർന്നിട്ട് അവരെ കുറിച്ച് ജനം പറഞ്ഞതാണ്, ഇവർ ഇത്ര വലിയത് ചെയ്യുവാൻ ഇവർക്ക് എങ്ങനെ സാധിച്ചു? ഇവർ സാമാന്യ ജനമാണ്.
ഇവർ പഠിപ്പില്ലാത്തവരാണ്. പക്ഷേ ഇവർ വിളിച്ചു പറഞ്ഞത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ വൻ കാര്യങ്ങളെയാണ്. ഇന്ന് രാത്രി ഞാൻ ഈ പഠനം ഇവിടത്തെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കാരണം അടുത്തത് മറ്റൊരു വിഷയത്തിലേക്ക് നാം പോകുന്നതുകൊണ്ടാണ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ എൻകറേജ്, എഡിഫൈ ചെയ്യുക, പ്രബോധിപ്പിക്കുകയാണ്. ദൈവസന്നിധിയിൽ ദൈവത്തിന് മഹത്വമായി ശോഭിക്കുവാൻ. കർത്താവെ, അടിയനിത, റഷ്യ പറയുകയാണ്, അടിയനിത, അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞതുപോലെ ദൈവസന്നിധി നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ കൂടെയും വെളിപ്പെടുവാനായിട്ട് ഇടയാകും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.